ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള രസം എങ്ങനെയാണ് തയ്യാറാക്കുന്നത്? അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കല്ലുപ്പാണ് എടുത്തേക്കുന്നത്. അത് നമുക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയും കൂടെ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് മാറ്റി വെക്കാം. ഇനി നമുക്ക് മല്ലിയില, അതുപോലെ കുറച്ച് സ്പൈസസ്, അതുപോലെ തക്കാളി, നല്ല പഴുത്ത ഒരു തക്കാളിയാണ് കേട്ടോ. അതിൻ്റെ കൂടെ മുളക് ചതച്ചതാണിത്, വറ്റൽ മുളക് ചതച്ചത്, അതുപോലെ പച്ചമുളക്, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, ഇത് ഇത്രയും വേണം. ഇനി നമുക്ക് ഒരു പാത്രം വെച്ചിട്ട് അതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കതിനകത്തോട്ട് കടുക് ഇട്ട് കൊടുക്കാം. കടുക് എല്ലാം ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് ഇനി നമുക്കിതിനകത്തോട്ട് വെളുത്തുള്ളി, ഒരു 7-8 വെളുത്തുള്ളി അല്ലിയും 10 ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇതിൽ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇഞ്ചിയും കൂടെ, ഞാനൊരു ചെറിയ പീസ് ഇഞ്ചിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഉണ്ടമുളകാണ് ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്, നിങ്ങൾ പച്ചമുളക് ആഡ് ചെയ്താലും മതി കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ പച്ചമുളകൊക്കെ ഒന്ന് മാറി ഒന്ന് മൂത്ത് വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. ഇനി നമുക്കിതിനകത്തോട്ട് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന, ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന മുളകും കൂടെ ഇട്ട് കൊടുക്കാം. അതെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ഒരു വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതാണ്, അതും കൂടെ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ കായപ്പൊടിയും അതുപോലെ 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിനകത്തോട്ട് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ പുളിയും ഉപ്പും കൂടെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന വെള്ളവും പിന്നെ ആവശ്യത്തിന് വേണ്ട വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് തിളച്ച് വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഇളക്കി നോക്കിയിട്ട് ഇതിനകത്ത് ഉപ്പോ വല്ലതും വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ തിളച്ച് ഇതിനകത്തുള്ള തക്കാളിയും ഒക്കെ നല്ലതുപോലെ വെന്ത് വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടാൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായിട്ട് ഇനിയും കാണാം. അതുവരെ ബൈ. ഹാവ് എ നൈസ് ഡേ.